അയ്യോ വണക്കം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ആരാണ്? സംശയമുണ്ട്, വിഷകല എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ അടക്കം വലിയ രീതിയിലുള്ളൊരു സാധനം പരത്തി വച്ചിരിക്കുന്നത്. ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കോട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഈ ശശികല ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് സുഡാപ്പികൾ കൂട്ടത്തോടുകൂടി ഈ രംഗത്തെത്തുന്ന കാഴ്ച നമുക്കറിയാം. അതേസമയം ഇവരുടെ ആദരണീയനായിട്ടുള്ള നേതാക്കളായിട്ടുള്ള പാണക്കാട് ശിഹാബ് തങ്ങൾ, കാന്തപുരം തങ്ങൾ, പിന്നെ മുനവർ അലി ശിഹാബ് തങ്ങൾ, ജഫ്രി മുത്തുക്കോയ തങ്ങൾ, ഇവരൊക്കെ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എൻ്റെ അറിവിൽ ശശികല ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുള്ള ഒരു മുസ്ലിമിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെയുള്ള ഒരു ക്രിസ്ത്യാനിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. അവർ സംസാരിക്കുന്നത് മുഴുവൻ, അവരുടെ ഏത് വീഡിയോ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും, അവർ സംസാരിക്കുന്നത് മുഴുവൻ ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിനുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉന്നമനം വേണ്ട. അതാണ് നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കൊരു ഉന്നമനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ മതത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെയാണ്. അതായത് ബുദ്ധിയുള്ളവൻ, കഴിവുള്ളവൻ, ആധ്യാത്മികത വേണോ കയറിപ്പോക്കോ, അല്ലെങ്കിൽ നിനക്ക് മറ്റത് വേണോ കയറിപ്പോക്കോ, അല്ലാതെ ഒരു സമൂഹമായി ഒരു സമുദായമായി നിന്നുകൊണ്ട് എല്ലാവർക്കും കൂടെ അങ്ങ് ഉദ്ധരിച്ച് കളയാം എന്നുള്ളൊരു സെറ്റപ്പ് ഇതിനകത്തില്ല, ഇതിനകത്തില്ല എന്നുള്ളതാണ്. മൊത്ത സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതിനകത്ത ആൾക്കാർ തന്നെ എന്തു ചെയ്യും? ആ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളെ കളിയാക്കി തുടങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് അമ്പലങ്ങളിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല, അമ്പലങ്ങളിൽ പോയില്ലെങ്കിലോ തീരെ പ്രശ്നമില്ല. നമുക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു പ്രശ്നവുമില്ല, ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ തീരെ പ്രശ്നമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സർവ്വതിനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ബാക്കിയുള്ള സെമിറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. അവർ കുഞ്ഞുനാളിൽ മുതലേ മതം എന്ന് പറയുന്ന സാധനം കൃത്യമായി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി അതിനകത്ത് പഠിപ്പിച്ച് ഇതാണ് സത്യം, ഇതാണ് ശരി എന്ന് പറഞ്ഞുള്ള കാര്യം. അതായത് അതിനെതിരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനെതിരെ ഒന്നും ചോദിക്കുന്നില്ല. ഇത് ശരിയാണ്, ഇത് സത്യമാണ്, ഇതിനെതിരെ പോലും ഞാൻ ചിന്തിക്കില്ല എന്ന് പറഞ്ഞ് ഒരു സമൂഹം വളർന്നു വരും. അങ്ങനെ വളർന്നു വരുന്ന അവരുടെ ഒരു ഐക്യമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ആ ഐക്യത്തിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പോൾ അതേ ഐക്യം നമുക്കും വേണം എന്ന് നമുക്ക് തോന്നുന്നതിൽ ഒരു തെറ്റില്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് നല്ല ഐക്യമാണ്, അതേ ഐക്യം നമ്മുടെ ഹിന്ദുക്കൾക്കും വേണം എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നിയിട്ട് ഞാൻ ഹിന്ദുക്കളോട് പറയുകയാണ്, നിങ്ങളിതാ മുസ്ലിങ്ങളെ നോക്കൂ, അവരെന്ത് ഐക്യമാണ്, അവർ അവിടെ ഇത് ചെയ്യുന്നു, അവിടെ അത് ചെയ്യുന്നു, അവരുടെ മത നേതാക്കളെ അവർ ബഹുമാനിക്കുന്നു, അവരങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവരെ കോട്ട് ചെയ്തുകൊണ്ട് ഇതേ ഐക്യം നമുക്കും വേണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയതയാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരെ കോട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മളെ നോക്കി വർഗീയത പറയുന്നത് എന്ന് സുഡാപ്പികൾ പറയുന്നത് എന്തിനാണ് എന്നും മനസ്സിലാവുന്നില്ല. ഹിന്ദുക്കളുടെ പല കാര്യങ്ങളും, ഹിന്ദു ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത്. എന്തിനിങ്ങനെ ഭരിക്കുന്നു? മുസ്ലിങ്ങളുടെ പള്ളികൾ അവരാണോ ഭരിക്കുന്നത്? സർക്കാരാണോ ഭരിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ പള്ളികൾ അവരാണോ ഭരിക്കുന്നത്? ദേവസ്വം ബോർഡ് മാത്രം എന്തിന് ഭരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മുസ്ലിങ്ങളുടെ പള്ളിയെ ശശികല ടീച്ചർ ടാർഗറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ചർച്ചിനെ ശശികല ടീച്ചർ ടാർഗറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന അതിനെയൊന്നുമല്ല, അവർ യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ദേവസ്വം ബോർഡിനെയാണ്. ഹിന്ദുക്കളെക്കുറിച്ച് മാത്രമേ അവർക്ക് സംസാരിക്കേണ്ടതുള്ളൂ, അല്ലാതെ അവർ വേറെ ആരെക്കുറിച്ചും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഹിന്ദുവിനൊരു അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു മതസ്ഥന്, ഈ സമാനമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള മതസ്ഥന് അത് ലഭിക്കുമ്പോൾ അവർ ചോദിക്കും, എന്തുകൊണ്ട് ഇവിടെ നിഷേധിക്കപ്പെട്ടു, അവിടെ എന്തുകൊണ്ട് കൊടുത്തു? അവിടെ കൊടുക്കുന്നെങ്കിൽ ഇവിടെയും കിട്ടണം എന്നവർ പറയും. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ നമുക്കറിയാം, അവർ നമ്മുടെ നാട്ടിൽ അവരെ വിഷകല എന്നാണ് യുവമാർ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. എന്ത് തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിലുള്ളൊരു വിഷയം നമ്മുടെ നാട്ടിലുണ്ടായി. സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഒരാൾ, അതായത് സനറുൽ അനം എന്ന് പറയുന്ന ഒരു വ്യക്തി, അതാണ് അവൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, വായിക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ ആ പെൺകുട്ടിയെ അടി മുതൽ മുടി വരെ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു, മതം മാറാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും അവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ആ കുട്ടിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സുഡാപ്പികൾ ഇവനെ വെളുപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഒരു കേരള സ്റ്റോറിയായിട്ട് ഇത് പരിണമിക്കാൻ പാടില്ല, കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പരിണമിക്കാൻ പാടില്ല. സുഡാപ്പികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ പോക്ക് കേസാണ് എന്നുള്ള രീതിയിൽ പലതിലും സംസാരിക്കുന്നുണ്ട്. തുറന്നു പറയുന്നില്ല, പക്ഷേ ഇവന്മാർ പറയുന്നത് അവിടെയുള്ള പെൺകുട്ടികളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, മാധ്യമങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം, നമുക്കിപ്പോൾ അത് തുറന്നു പറയാൻ പറ്റില്ല. എന്ത് തുറന്നു പറഞ്ഞാൽ? അല്ല, സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനിടയിൽ
ഹിന്ദു ഐക്യവേദി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ഐക്യമില്ലാത്തത് കൊണ്ട് ഒരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവളെ മതം മാറ്റാൻ ശ്രമിച്ചെന്നോ കേട്ടാൽ നമ്മൾ ഒരു കാതി കൂടെ കേട്ടിട്ട് അടുത്ത കാതി കൂടെ കളയും, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ നമ്മുടെ കുടുംബത്തിന് നേരെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. അങ്ങനെയാണല്ലോ ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം, അത് സ്വന്തം കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. ജോർജ് കുട്ടികളാണ് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ കുടുംബം തേഞ്ഞു പോട്ട് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പ്രവർത്തിക്കുന്നത്. പക്ഷേ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും അങ്ങനെയല്ല. അവർ സ്വന്തം കുടുംബത്തെയും രക്ഷിക്കും. എന്നാൽ അപ്പുറത്തൊരുത്തൻ പണിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം, മോനെ വാടാ നമുക്ക് ഗൾഫിലോട്ട് പോകാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ അവിടെ ഒരു പണി ഒപ്പിച്ചേരാം, എനിക്ക് അവിടെ ഒരു കട എന്നൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്യുന്ന അതാണ് സമൂഹത്തിൽ നടക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സാബരിയ ബസന്തിൻ്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് ഹിന്ദു ഐക്യവേദി നടത്തുന്നുണ്ട്. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും എന്താണ് പുള്ളിക്കാരി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. കിട്ടിക്കോണം എന്നില്ല. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിന് ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക്, ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടക്കും. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം ഇതൊരു ചോദ്യമല്ലേ? അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഏജൻറ്റ് എന്നാണ് ഒരു പരസ്യം വന്നിരിക്കുന്നത്. ആ പരസ്യമാണ് ശശികല ടീച്ചർ അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി കാണിച്ചത്. എന്നിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കേണ്ട നമുക്കെതിരെയല്ല, നിങ്ങൾ കേസ് കൊടുക്കേണ്ട ഈ പരസ്യം കൊടുത്ത ആൾക്കാർക്കാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഹലാൽ ഫ്ലാറ്റ് ഉണ്ട്, ഹലാൽ പപ്പടമുണ്ട്, ഹലാൽ കോണ്ടമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും ഹലാൽ എന്ന് പറയുന്ന ഒരു സാധനം വരുന്ന ഒരു സമയമാണ്. അപ്പോഴും അങ്ങനെ വന്നൊരു സാധനമാണ് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കുക. നമ്മൾ നേരത്തെ വാർത്തകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ചിരിച്ച് കളിച്ച് തള്ളി ആൾക്കാർ ഇവിടെ സുഡാപ്പികൾ കഴിഞ്ഞാൽ അതൊക്കെ ലഘൂകരിക്കും. അയ്യോ ഇതൊക്കെ ചുമ്മാ എന്തിനാ പോകാൻ പറയാം, അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഉത്തരേന്ത്യയിലോട്ട് നോക്കാം, അവിടെ ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട് എന്നവന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാർ അന്നും ഹിന്ദു ഐക്യവേദി പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ഒരു കേൾവിയില്ലാത്തൊരു സെറ്റപ്പ് ആദ്യമാണ്. ആ സെറ്റപ്പിലാണ് ഇന്നൊരു ഹിന്ദു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ കൊല്ലപ്പെട്ടപ്പോഴും ഇവർ പറയുന്നു, ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട് അവരെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഇൽമ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് അവരെന്ത് ചെയ്യുന്നു, മതപരിവർത്തനത്തിന് ശ്രമിച്ചു. അങ്ങനെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഏജൻ്റായിട്ട് ഇവിടെ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗുകാരനായിട്ടുള്ള തങ്ങളാണ്. അതായത് ആ നേതാവാണ്, ആ തങ്ങളുടെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ നേതാവാണ് ശ്രമിച്ചതെന്നാണ് കൃത്യമായിട്ട് ഇവർ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, പ്രധാനമായിട്ടും വേറൊരു കാര്യം കൂടെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് കേട്ടിട്ട് ഒന്ന് വരാം. ആ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെ ഇങ്ങനൊരു കുട്ടിയെ ഇത്ര മൃഗീയമായി തല്ലിച്ചതയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അവിടെ ഇത്രയും എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ നമ്മൾ ഭഗവാന്മാരെയൊക്കെ വർണ്ണിക്കുന്ന പോലെ പാദാതി കേശാധിപാദം എന്നൊക്കെ പറയുന്ന പോലെ കാൽവിരൽ തുമ്പു തൊട്ട് തലമുടി വരെ 1 ഇഞ്ച് സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ തല്ലിച്ചതയ്ക്കാത്തത്. അത്രയും ചോര കല്ലിച്ച് കിടക്കുന്ന പാടുകളാണ് ശരീരം മുഴുവൻ കാണുന്നത്. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട്
ഈ ബന്ധു അവിടെ ചെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണം ഗൗരവമാകണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്ന് ന്യായമായും സംശയിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രതിയുടെ രാമന്തോൾ സ്വദേശിയായ പ്രതിയുടെ അമ്മ അവരുടെ അധ്യാപിക കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പിതാവും വിളിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് തെളിവുകളില്ല. അമ്മ ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? അപ്പോ ഈ അമ്മയടക്കം പ്രതിയാണ് ഈ കേസിൽ. അമ്മയടക്കം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അത്തരം തെളിവുകൾ മായ്ച്ചു കളയാനാണോ ഫോൺ അവിടെ വാങ്ങിച്ചു വെച്ചത്? ആ ഫോൺ മാത്രമാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്, ബാക്കി ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഫോണാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് മാത്രമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി ഫോറൻസിക് പരിശോധനയ്ക്ക് ആവശ്യമായ, സ്ഥലപരിശോധനയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അത് മുഴുവൻ പാക്ക് ചെയ്ത് ഡെഡ് ബോഡിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾ, അതായത് ഈ പെൺകുട്ടിയുടെ ഫോണ് മാത്രമായി യൂണിവേഴ്സിറ്റി പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ഫോണിൽ ഈ കൊലപാതകി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ അടിച്ചു കൊന്നവൻ്റെ അമ്മ അവരൊരു അധ്യാപിക കൂടെയാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അവർ നിരന്തരം വിളിച്ചിട്ടുണ്ട്. ആ ഫോണാണ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്. അതെന്തിനാണ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങും ദുരൂഹതയാണ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ. ഇനിയിപ്പോൾ ശശികല ടീച്ചർ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുമായിട്ട് വന്നാണ് അവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ കേരള പോലീസ് അന്വേഷിച്ച് ക്ലാരിഫൈ ചെയ്യണ്ടേ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ മരിച്ചിട്ട് അതൊരു ലവ് ജിഹാദാണ്, അല്ലെങ്കിൽ അതൊരു മതപരിവർത്തനത്തിൻ്റെ മേലുള്ളൊരു മരണമാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വായ മൂടിക്കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ഇതെവിടെയെങ്കിലും ഉത്തരേന്ത്യയിലാണ് നടന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഇത് നടന്നതെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രൈം ഡിബേറ്റുകളിലെ ഇന്നത്തെ ചർച്ചാ വിഷയം നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമനെക്കുറിച്ചും സംഘിഭീകരതയെക്കുറിച്ചൊക്കെ ആയിരിക്കുമല്ലോ. നമ്മളൊരു മതത്തിനെയും നമ്മൾ കുറ്റം പറയുന്നില്ല, നമ്മളൊരു മതത്തിനെയും പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. മതം മാറാൻ ആർക്കും അവകാശമുണ്ട്, എനിക്കും മതം മാറാൻ അവകാശമുണ്ട്. പക്ഷേ അത് ഫോഴ്സ്ഡ് ആയിരിക്കരുത്. ആ ഫോഴ്സ്ഡ് ആയിരിക്കില്ല, അതായത് കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഒരു തന്നെ മതം മാറ്റാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. പുരുഷന്മാരെ പൈസ കൊടുത്ത് മതം മാറ്റാം, എന്നാൽ സ്ത്രീകളെ പ്രണയം നടിച്ച് മതം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ഇവിടെയുള്ള ആൾക്കാർ ഇത് ഇങ്ങനെ വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട വിഷയമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇപ്പോൾ ഒരുപാടായി, അങ്ങനെ ഒരുപാട് ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ സാവരിയ ബസന്തിൻ്റെ ഈ ഒരു വിഷയം അതിൽ അടിമുടി ദുരൂഹതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇന്ത്യൻ സർക്കാർ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.